ഉരുളിക്കുണ്ടിലേക്ക് പോകുന്ന റോഡാണ്. ഫുൾ മലപ്രദേശം കണ്ടില്ലേ, നല്ല സീനറിയാണ്. ഇരിക്കുന്നൊരു പാലമാണ്, പാലത്തിന്റെ പേരൊന്നും അറിയില്ല. ഇവിടെയും നല്ല സീനറിയാ കണ്ടില്ലേ. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ പിന്നെ ഒരു വാട്ടർഫാൾസാണ്, ഉരുളിക്കുണ്ട് വാട്ടർഫാൾസ്. അപ്പോൾ കണ്ണൂർ ജില്ലയിലാണ് ഈ സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂർ ടൗണിൽ നിന്ന് ഏകദേശം 33 കിലോമീറ്റർ ദൂരമുണ്ട് ഇങ്ങോട്ടേക്ക്. സെമിനാരി വാട്ടർഫാൾസ് എന്നറിയപ്പെടുന്നുണ്ട്, പിന്നെ ഉരുളിക്കുണ്ട് വാട്ടർഫാൾസ് എന്നറിയപ്പെടുന്നുണ്ട്. ഇത് കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഇരിക്കൂർ പെരുവാത്തുപറമ്പ്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. അതിൻ്റെ സൈഡിലോട്ട് ഒരു റോഡുണ്ട്. ആ റോഡ് ഇറങ്ങിയാലാണ് ഈ ലൊക്കേഷൻ നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ നമ്മളിതാ പിന്നെ വാട്ടർഫാൾസിൻ്റെ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. അതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഇതിലോട്ട് ഇറങ്ങുന്നുണ്ട്, ഇതിലോട്ടൊന്നും ഇറങ്ങാല്ലേ. അപ്പോൾ ഇതാണ് ഉരുളിക്കുണ്ട് വാട്ടർഫാൾസ്. അപ്പോൾ നമ്മൾ ഏകദേശം വാട്ടർഫാൾസിൻ്റെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഫ്ലോയിലാണ് വെള്ളം വരുന്നത്, നല്ല ശക്തിയുണ്ട്. ഈ കാണുന്നത് 3ാമത്തെ തട്ടാണ്. ഇതുപോലെ തന്നെ പിന്നെ 2ഉം 1ഉം മേലോട്ടുണ്ട്. ഇത് 3ഉം വ്യത്യസ്തമാണ് നമുക്ക് കാണാൻ പറ്റുക. 3 വ്യത്യസ്തമായ കാഴ്ചകളായിരിക്കും നമുക്ക് തരുന്നത്. അപ്പോൾ ഇതിൻ്റെ മേലെ 2ാമത്തേതുണ്ട്. 2ാം തട്ടിൽ നമുക്ക് ശരിക്കും നല്ല രീതിയിൽ കുളിക്കാൻ വേണ്ടി പറ്റും. പിന്നെ അതിൻ്റെ മേലെ 1ാമത്തേത്, അതായത് മെയിനായിട്ട് ഇവിടുത്തെ മെയിനായിട്ട്, അതായത് അറിയപ്പെടുന്ന മെയിനായിട്ടുള്ളത് ഏറ്റവും മേലിലാണ് അവിടെ. അപ്പോൾ ഇവിടെ നല്ല ഫിഷിംഗ് സ്പാ ഉണ്ട്. നിങ്ങൾക്ക് കാണിച്ചില്ല ഞാൻ, വെള്ളത്തിനടി ക്യാമറയോട് പോയി കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്പം ഞാനിപ്പോൾ വെള്ളത്തിൽ ഇറങ്ങിയിട്ടാണ് ഉള്ളത്. ഇത് 2ാമത്തെ തട്ടാണ് ഇതിൻ്റെ. ഈ കാണുന്നത് 2ാമത്തേതാണ്. പിന്നെ ഇതിൻ്റെ താലൊന്നുണ്ട്. ഇതിന് ചെറിയൊരു ഫ്ലോയിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ മേലിലാണ് പിന്നെ 3ാമത്തേത്. അത് നല്ല ഫോഴ്സിൽ വരുന്നതാണ് വെള്ളം. അത് നമുക്ക് ഇത് കണ്ട ശേഷം അങ്ങോട്ടേക്ക് നമുക്ക് പോവാം. ഇപ്പോൾ പിന്നെ ഈ ഒരാഴ്ച മുമ്പ് നല്ല മഴ പെയ്തുകൊണ്ട് നല്ല വെള്ളം ഫോഴ്സിൽ പോകുന്നുണ്ട്. പക്ഷെ വെള്ളം എന്ന് വെച്ചാൽ നല്ല പ്യുവർ വാട്ടർ, കച്ചറ എന്ന് പറഞ്ഞ സാധനമില്ല. ഞാനിപ്പോൾ ഇതാ നടക്കാൻ പറ്റുന്ന രീതിയിൽ ആയതുകൊണ്ടാണ് നടന്ന് ഇങ്ങോട്ട് പോകുന്നത്. അത്ര ഡേഞ്ചറല്ല. പിന്നെ സ്ലിപ്പ് ഉണ്ടാവും, ചില പാറക്കാലിൽ നല്ല സ്ലിപ്പ് ഉണ്ടാവും. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല, നല്ല വെള്ളത്തിൻ്റെ സൗണ്ട് നല്ല കടിക്കുന്നുണ്ട് ഇവിടെ. കണ്ടില്ലേ, ഇത് 3ാമത്തെ തട്ട്, ഇത് 2ാമത്തേത്. അതിൻ്റെ ബാക്കിലാണ് പിന്നെ 1ാമത്തേതുള്ളത്. അത് നല്ല ഇതിനെക്കാട്ടി നല്ല ശക്തിയിലാണ് വീഴുന്നത്. ഇവിടെ നല്ല കാണാനുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇവിടെ നല്ല ഫോഴ്സിൽ വീഴുന്നുണ്ട് വെള്ളം. കുളിക്കുന്നതിന് ഒരു വിഷയമില്ല, നല്ല കുളിക്കാൻ പറ്റിയ ഏരിയയാണ്. ഇരുന്നിട്ട് കുളിക്കാൻ പറ്റിയ അത്ര ഡേഞ്ചറായിട്ടുള്ള ഏരിയ അല്ല. നിങ്ങൾക്ക് ക്യാമറയിൽ കാണാൻ പറ്റുമെന്നൊന്നും അറിയില്ല, തട്ടായിട്ടാണ് ഉള്ളത്. അത് 3 തട്ടും പിന്നെ പല വിധത്തിലാണുള്ളത്. ഈ ഏരിയനെക്കാട്ടി ഇത് കുറച്ച് നല്ല ഫോഴ്സിൽ വീഴുന്നുണ്ട്. നമ്മളിപ്പം കണ്ട ഈ ഏരിയയിൽ നല്ല പോലെ കുളിക്കാൻ വേണ്ടി പറ്റും, അത്ര ഡേഞ്ചറല്ല. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ കാണുന്നത് ഫോറസ്റ്റാണ്. ഒരുപാട് കുരങ്ങന്മാരെല്ലാം കാണാൻ പറ്റി വരുന്ന വഹിക്കാൻ പറ്റും. ഉണ്ടല്ലേ, ഈ കാണുന്നത് ഫോറസ്റ്റാണ്. പാറ നോക്കി നടന്നാൽ മതി. പാറ സ്ലിപ്പ്, ചില പാറ സ്ലിപ്പ് ഉണ്ട്. ഇടയ്ക്കിടെ ഒരു സാധനം കാണാൻ പറ്റി. നമ്മളെ ഞണ്ടില്ലേ, നല്ല
ചോന്നൊരു ഇതിൽ നെണ്ടിനെ കാണാൻ പറ്റും. സ്ഥലം അടിപൊളിയല്ലേ? പൊളി സ്ഥലം, ഒരു രക്ഷയില്ല. ഇപ്പൊ ഈ ടൈമിൽ മഴയും കൂടി പെയ്താ പറയാനില്ല, അടിപൊളിയാവും. ഇപ്പം കുഴപ്പമൊന്നുമില്ല, എന്താ പറയാ, നല്ല തെളിവുണ്ട്. അങ്ങനെ മഴ പെയ്യാൻ ചാൻസ് കാണുന്നില്ല. ഈ വാട്ടർഫോൾസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കധികം എന്താ പറയുക ട്രക്കിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. റോഡ് സൈഡിൽ തന്നെയാണ് ഈ വാട്ടർഫോൾസ് വരുന്നത്. അധികം നമുക്ക് നടന്നിട്ട് പിന്നെ എന്താ പറയുക മെനക്കെട്ടൊന്നും വരേണ്ട ആവശ്യമില്ല. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാലിങ്ങനെ വെച്ചു കൊടുത്താൽ മീനിങ്ങനെ വരും. ഇവിടെ ഉണ്ടാവില്ല, ഇവിടെ നല്ല എന്താ പറയുക പോസ്റ്റ് വെള്ളം വരുന്നതുകൊണ്ട് ഇവിടെ മീനുണ്ടാകാൻ ചാൻസ് കുറവാണ്. ആ ഒരു ഭാഗത്ത് അപ്പുറത്തെ ഭാഗത്ത് നല്ല എന്താ പറയുക ഫിഷ് പാ ഉണ്ടാകുന്നുണ്ട്. ഇനി നമുക്ക് ഒന്നാമത്തെ തട്ടിലേക്ക് പോവാം. ഒന്നാമത്തെ തട്ടിൽ എന്താ കാണാനുള്ളത് നോക്കാം. ഇവിടെ ഇത്രയേ ഉള്ളൂ. ഇനി മേലെ എന്താ ഇതിനെക്കാട്ടി വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഉണ്ടോ നോക്കാം. നല്ല വഴുക്കുണ്ട് കേട്ടോ, ചില പാറ നല്ല വഴുക്കുണ്ട്. സൂക്ഷിച്ച് നടന്നിട്ടില്ലെങ്കിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒരു കുഴപ്പമില്ല, നല്ല വെള്ളമുണ്ട്. ഇവിടെ നല്ല എന്താ പറയുക സൺലൈറ്റ് അടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല, നല്ല സൺലൈറ്റ് അടിക്കുന്നുണ്ടോ. അപ്പോൾ നമ്മളിതാ ഇനി ഒന്നാമത്തെ തട്ട്, അതായത് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഏരിയ ഉണ്ട്, അങ്ങോട്ടേക്ക് പോക്കാം. ഒരു ഫോറസ്റ്റ് ആണ്, പക്ഷെ ഒരു സീനും ഇല്ല. അങ്ങനെ എന്താ പറയുക വന്യമൃഗങ്ങളെ കൊണ്ടോ പിന്നെ ഫോറസ്റ്റുകാരെ കൊണ്ടോ അങ്ങനെയൊന്നും ശല്യമൊന്നുമില്ല. ഏകദേശം എന്താ പറയുക റോഡിൽ നിന്നൊരു 100 മീറ്റർ ഇപ്പുറത്തായിട്ടാണ് ഈ വാട്ടർഫോൾസ് വരുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ ബാക്കിയുള്ള സ്ഥലത്തെല്ലാം പോകുമ്പോൾ എന്ന് വെച്ചാൽ ഒരുപാട് ട്രക്കിങ്ങെല്ലാം ചെയ്ത് പോകാനുണ്ടാവും. ഇവിടെ അങ്ങനെ പിന്നെ വേണ്ടി വരുന്നില്ല. സൺലൈറ്റ് അടിക്കുന്നുണ്ടോ? ഇവിടെ എല്ലാം എന്താ പറയുക തട്ടുതട്ടായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഈ ഏരിയയിലൊന്നും ഇറങ്ങാൻ വേണ്ടി പറ്റില്ല. ചില ഏരിയകൾ മാത്രമേ നമുക്ക് ഇറങ്ങിയിട്ട് അവിടുത്തെ പിന്നെ ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റൂ. ഇതാ മെയിനായിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും എന്താ പറയുക കാണാൻ പറ്റിയ സ്ഥലം ഒന്നാമത്തെ തട്ട്, അത് ഇതാണ്. എനിക്ക് കാണാൻ പോകുന്നത് നിങ്ങൾ ഇവിടുത്തെ ശരിക്കുള്ള, അതായത് കൂടുതൽ ആൾക്കാർ വന്നിരിക്കുന്നത് ഈ ഒരു പ്ലേസിലാണ്. ശരിക്കും വാട്ടർഫോൾസ് ഉള്ളത് ഈ ഒരു ഏരിയയിലാണ്. ബാക്കിയുള്ളത് ചെറിയ ചെറിയ ഫോൾസ് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇറങ്ങൽ കുറച്ച് ടാസ്ക്കാണ്. വീണോ? ഇറങ്ങൽ ടാസ്ക്കാണ്. സ്ലിപ്പ് ഉണ്ടാവുമോ അറിയില്ല. ഇറങ്ങാൻ വേണ്ടി പറ്റൂ, കുഴപ്പമില്ല, ഇറങ്ങാൻ വേണ്ടി പറ്റും. വിചാരിച്ച പോലെയല്ല, സ്ലിപ്പ് ഉണ്ടെങ്കിൽ ആ പണി കിട്ടാം. ഒരു കയ്യിൽ ക്യാമറയും ഒരു കൈ ഉപയോഗിച്ചാണ് ഇറങ്ങിയത്. ഇവിടുന്ന് ഇപ്പോൾ നിങ്ങൾക്ക്
ഒന്നും കേൾക്കാൻ പറ്റില്ല എന്നാ തോന്നുന്നു. നല്ല എന്താ പറയുക ശക്തിയായിട്ടാണ് വീഴുന്നത്. ഇതാണ് മെയിനായിട്ടുള്ള വാട്ടർഫോൾ. ഇവിടുന്ന് അങ്ങോട്ടേക്ക് നോക്കാം, നമുക്ക് ഇറങ്ങി നോക്കാം. അത്ര വലിയ ആഴൊന്നും കാണുന്നൊന്നുമില്ല. നോക്കാം, നടന്നു നോക്കാം. ചെരുപ്പ് കഴിക്കട്ടെ. നല്ല നമ്മൾ നേരത്തെ കണ്ട പോലെ അല്ല. നേരത്തെ താഴോട്ടെത്തി, രണ്ട് പിന്നെ ഫോൾസും അത് താഴോട്ടെത്തിയോണ്ട് അത്ര ഫ്ലോയിൽ വെള്ളം വരുന്നില്ല. ഇവിടെ നിന്നാണ് ശരിക്കും മെയിനായിട്ട് ആയതുകൊണ്ട് നല്ല ഫോഴ്സിൽ വരുന്നുണ്ട് വെള്ളം. കേട്ടാ, നിങ്ങൾക്ക് എൻ്റെ വോയിസ് കേൾക്കാൻ പറ്റുമോയെന്ന് അറിയില്ല. ഞാൻ എൻ്റെ ഉള്ള സൗണ്ടിലാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മേലെ ഒന്ന് കയറാൻ വേണ്ടി പറ്റുമോ നോക്കട്ടെ. അത്ര റിസ്ക് ആയിട്ട് കാണുന്നില്ല. കയറാൻ വേണ്ട എന്താ പറയുക പരുവത്തിനാണ് ഇപ്പോൾ ഈ പാറയുള്ളത്. സ്റ്റെപ്പായിട്ടാണുള്ളത്. അത്ര റിസ്ക് അല്ലാന്ന് തോന്നുന്നു. ഇവിടുന്ന് ഇതിൻ്റെയൊക്കെ ശരിക്കുള്ള വ്യൂ ആണ്. ഇതും മേലോട്ട് കയറല്. ഇനിയും മേലോട്ട് കയറാൻ വേണ്ടി പറ്റൂ. പക്ഷേ എന്താ പറയുക, ചെറുതായിട്ട് പേടിയുണ്ട്. കാടല്ലേ, അപ്പം അതിൻ്റെതായ ചിലപ്പോൾ എന്തെങ്കിലുമായിട്ട് നമുക്ക് അറിയാത്ത സ്ഥലമല്ലേ. പേടിയുണ്ട്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വന്യജീവി ശല്യമൊന്നും ഇല്ല എന്നാണ് അറിയാൻ വേണ്ടി പറ്റിയത്. പക്ഷെ എന്നാലും ഒരു പേടി. നമുക്കൊരു പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് കയറി നോക്കാം ജസ്റ്റ്. അപ്പം നമ്മൾ മേലിലെത്തി, ഏറ്റവും ടോപ്പിലെത്തി. ഇവിടെ വേറെ തന്നെ സ്ഥലം കേട്ടോ. ഇവിടെ എന്താ രണ്ട് ഭാഗത്ത് കാടിങ്ങനെ കയറിയിട്ട് കുറേ പാറകൾക്കിടയിലൂടെ നല്ല കറുത്ത കരിങ്കല്ലിൻ്റെ ഇടയിലൂടെ വെള്ളം വരുന്നത്. ഓരോ പ്ലേസിൽ ഓരോ രീതിയിലാണ് ഇവിടുത്തെ ഭംഗി ഭയങ്കരമായിട്ട് ആകർഷിക്കുന്നത് നമ്മളാ. കണ്ടാ, ഇവിടെ ഈ ഉരുളൻകല്ല് കുറേ കരിങ്കല്ല് ഇങ്ങനെ, അതായത് നല്ല കുറേ വീതിയുണ്ട്. അപ്പോൾ അത്ര ഫാസ്റ്റിലല്ല വെള്ളം വരുന്നത്. നമ്മൾ ഇത്രയും ടോപ്പിൽ കയറിയിട്ടാണ് കേട്ടോ ഇത് ഷൂട്ട് ചെയ്യുന്നത്. ഇങ്ങോട്ടെല്ലാം ആൾക്കാർ വരുന്നുണ്ടോയെന്ന് അറിയില്ല. ആൾക്കാർ ഈ ഭാഗത്ത് വന്നിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ കല്ലെല്ലാം വെച്ച് കാണുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. ഇങ്ങനെ കല്ല് വെച്ച് കാണുന്നുണ്ട്. വെള്ളം ഇങ്ങോട്ടേക്ക് വരാണ്ടിരിക്കാനാണോ? ഈ ഒരു 2 ആഴ്ച മുമ്പ് ഇത്ര വെള്ളം ഉണ്ടായിട്ടില്ല ഇവിടെ. ഈ ഒരാഴ്ച മുമ്പ് പെയ്ത കാറ്റടിച്ചില്ല, ചുഴലിക്കാറ്റടിച്ചില്ല. അപ്പോൾ നല്ല ശക്തമായിട്ട് ന്യൂനമർദ്ദം ഉണ്ടായിട്ടില്ലേ, ആ ഒരു മഴക്കാണ് ഇത്രയും പിന്നെ വെള്ളം ഇങ്ങോട്ട് കൂടി വന്നത്. അപ്പോൾ നമ്മൾ ടോപ്പിലുള്ള ആ ഒന്നാമത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും ടോപ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നിങ്ങൾക്ക് എൻ്റെ വോയിസ് കേൾക്കാൻ പറ്റുമെന്ന് അറിയുന്നില്ല, അത്രയ്ക്ക് നല്ല സൗണ്ട് ഉണ്ട്. ഒരു കുളി എന്തായാലും കുളിച്ചിട്ട് ഞാൻ പോവും. കുളിക്കാൻ നല്ല ആഗ്രഹമുണ്ട്.
കുളിക്കാൻ പോവുകയാണ് ഗൈസ്. ഇറങ്ങിയിട്ടുള്ളത് നമ്മൾ കുളിക്കാൻ വേണ്ടി പോക്കാണ്. ഇവിടെ ആഴുണ്ടോന്നൊന്നും അറിയില്ല. ഇറങ്ങി മെല്ലെ മെല്ലെ ഇറങ്ങി നോക്കുന്നുണ്ട്. ഈ വാട്ടർഫാൾസ് എന്ന് വെച്ചാൽ പിന്നെ രണ്ട് പേരിൽ അറിയപ്പെടുന്നുണ്ട്. സെമിനേരി വാട്ടർഫാൾസ് എന്നും അറിയപ്പെടുന്നുണ്ട്, പിന്നെ ഉരുളിക്കുണ്ട് എന്നും അറിയപ്പെടുന്നുണ്ട്. പിന്നെ കണ്ണൂരിൽ നിന്ന് ഏകദേശം 33 കിലോമീറ്റർ അങ്ങനെ വരുന്നുള്ളൂ. ഏകദേശം ഇരിക്കൂർ കണ്ണൂർ ഭാഗത്ത് നിന്ന് വരുമ്പോൾ ഇരിക്കൂർ പാലമുണ്ട്. പാലം എത്തിയതിന് ശേഷം ശ്രീകണ്ഠാപുരം റോഡുണ്ട്. ശ്രീകണ്ഠാപുരം റോഡിൽ നിന്ന് നിലാമുറ്റം എത്തിയതിന് ശേഷം പിന്നെ കുറച്ചും കൂടി മുമ്പോട്ട് പോയാൽ വലതുവശത്തായിട്ട് അതൊരു പമ്പുണ്ട്, പെട്രോൾ പമ്പുണ്ട്, ഇന്ത്യൻ ഓയിലിൻ്റെ. അതിൻ്റെ അവിടെ നിന്ന് തന്നെ റൈറ്റിലേക്ക് ജിലാനി മസ്ജിദ് കവാടം എന്നിട്ടൊരു കവാടമുണ്ട്. ആ കവാടം ഇറങ്ങിയിലാണ് ഈ വാട്ടർഫാൾസ്. ഏകദേശം റോഡ് നമ്മളെ മെയിൻ റോഡിൽ നിന്ന് തന്നെ ഏകദേശം ഒരു 100 മീറ്റർ ഇപ്പുറത്തായിട്ടാണ് ഈ വാട്ടർഫാൾസ് സ്ഥിതി ചെയ്യുന്നത്. അധികം ട്രക്കിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ല.